ഹായ് ഓൾ, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്നൊരു ചിക്കൻ പോപ്കോൺ റെസിപ്പി ആയിട്ടാട്ടോ വന്നിരിക്കുന്നത്. വളരെ ഈസിയാണ്. KFC നിന്നും ചിക്കിങ്ങിൽ നിന്നൊക്കെ വാങ്ങുന്ന സെയിം ടേസ്റ്റിൽ തന്നെ നമുക്ക് കിട്ടും. കുട്ടികൾക്കും വലിയ ആൾക്കാർക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പി തന്നെയാണ്. എല്ലാവരും ട്രൈ ചെയ്യണം. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിനു മുന്നേ ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇഷ്ടമായ ലൈക്കും ഷെയറും ചെയ്യണ കാര്യം പരിഗണിക്കണം കേട്ടോ. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം അല്ലേ. അപ്പോൾ ഞാനിവിടെ ചിക്കൻ ബ്രസ്റ്റ് ഒരു 400 ഗ്രാം എടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ ഊറ്റിയിട്ട് വേണം എടുക്കാൻ കേട്ടോ. അത് ഇങ്ങനെ ചെറിയ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നന്നായി ചെറുതായി പോയത് നല്ല വലുതുമല്ല. നമുക്കറിയാമല്ലോ ചിക്കൻ പോപ്കോണിൻ്റെ ഒരു സൈസ് അറിയാമല്ലോ. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇനി അതിലേക്ക് ഒരു മാരിനേഷൻ വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് നമുക്ക് ആവശ്യമുള്ള ഉപ്പ്, നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി റെഡ് ചില്ലി പൗഡർ ഇടുന്നുണ്ട്, അതൊരു ടീസ്പൂണ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ഞാൻ ഗാർലിക് പൗഡർ യൂസ് ചെയ്യുന്നുണ്ട്, അതൊരു ടീസ്പൂണ് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇനി അതിലേക്ക് ഞാൻ ജിഞ്ചർ പൗഡർ യൂസ് ചെയ്യുന്നുണ്ട്, അതൊരു അര ടീസ്പൂണ് ജിഞ്ചർ പൗഡറും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് പെപ്പറാണ് ആഡ് ചെയ്യുന്നത്. പെപ്പർ ഞാനൊരു 1/4 ടീസ്പൂണ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഫ്ലേവേഴ്സ് ഒന്നും അങ്ങനെ ഭയങ്കര മുന്തി നിൽക്കരുത്, കാരണം നമുക്കറിയാലോ. ഇനി ചില്ലി സോസ് ഇട്ട് കൊടുക്കുന്നുണ്ട്, ഒരു ടീസ്പൂൺ തന്നെ ചില്ലി സോസ് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനി യോഗട്ട് ഇടുന്നുണ്ട്, അതൊരു 2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. യോഗട്ട് ഇടുമ്പോൾ നമ്മുടെ ചിക്കൻ ഒന്ന് സോഫ്റ്റ് ആവാനും ടെൻഡർ ആയിരിക്കാനും ഒരു ജ്യൂസി ആയിട്ട് ഇരിക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ് യോഗട്ട് ഇടുന്നത്. അപ്പോൾ ചില്ലി സോസ് നിങ്ങൾ കഴിയുന്നത് ഇടാൻ നോക്കണം, ഇടുമ്പോൾ നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ മാരിനേഷനിൽ ഓവർ മസാലേൻ്റെ ടേസ്റ്റ് ഒന്നും കൂടുതലായിട്ട് വരരുത്. നമുക്കറിയാമല്ലോ, ഒരു ലൈറ്റ് മസാല ആണ് അല്ലേ പോപ്കോണിൽ ഉണ്ടാവുക. അപ്പോൾ ആ രീതിയിൽ വേണം നമ്മൾ മസാല ഒഴിച്ചു കൊടുക്കാൻ. ഇനി ഒന്ന് ലൂസാക്കാൻ വേണ്ടി ഒരു ഇത്തിരി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി അതൊന്ന് മിക്സാക്കി എടുക്കണം. അപ്പോൾ ഇനി ഞാൻ ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ച കട്ട് ചെയ്ത് വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇനി അതൊന്ന് നന്നായിട്ട് മാരിനേഷൻ ഫുള്ള് അതിലേക്ക് മിക്സ് ആവുന്ന രീതിയിൽ എല്ലാ ചിക്കനിലേക്കും മിക്സ് എത്തുന്ന രീതിയിൽ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ഞാനൊരു മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കാൻ പോകുന്നുണ്ട്. അപ്പം 1 മണിക്കൂർ വെക്കാൻ പറ്റുന്നില്ലെങ്കിൽ മിനിമം ഒരു അരമണിക്കൂറെങ്കിലും നിങ്ങൾ എന്തായാലും വെക്കണം. അപ്പോൾ ഇനി നമുക്ക് ഇതിനൊരു കോട്ടിങ്, പുറമേത്തെ കോട്ടിങ് വേണം അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു കോട്ടിങ്ങിന് വേണ്ടിയിട്ട് 1 കപ്പ് മൈദയും അതേപോലെ തന്നെ ഒരു 1/2 കപ്പ് കോൺഫ്ലോറും ആണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി അതിലേക്ക് കുറച്ച് പെപ്പർ, ഇതിന് പെപ്പറിനൊന്നും അളവൊന്നും വേണ്ട, നമ്മളൊരു ടേസ്റ്റിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക. പെപ്പർ ലൈറ്റ് ആയിട്ട് ഒരു 1/2 ടീസ്പൂണ് പെപ്പർ, കുറച്ച് ഒന്നിങ്ങനെ ഗാർലിക് പൗഡർ ഒന്ന് ഞാൻ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ പാപ്രിക്കയും കുറച്ചൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്, ഒരു 1/4 ടീസ്പൂണൊക്കെ പോലെ. ഇനി അതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് റെഡ് ചില്ലി പൗഡറും യൂസ് ചെയ്യുന്നുണ്ട്, മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, പാകത്തിനുള്ള ഉപ്പും ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് വെക്കണം. ഇതാണ് നമ്മൾ പുറമേത്തെ ആ ലെയർ കോട്ടിങ് ഇതാണ് കേട്ടോ. ഇനി നമ്മൾ എടുത്തു വെച്ച ചിക്കൻ, ഫ്രിഡ്ജിൽ എടുത്തു വെച്ച ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് ഓരോ ചിക്കനും പീസസും എടുത്തിട്ട് നമ്മളെ ഈ കോട്ടിങ്ങിലേക്ക് ഫ്ലോറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അത് ഓരോന്നും നമുക്കിതാ ഇങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ മിക്സ് ആക്കി കൊടുത്തുവെച്ചാൽ മതി. അപ്പോൾ അതിൽ പറ്റി പിടിച്ചോളും. അപ്പോൾ ഇത് നമ്മൾ 2 കോട്ടിങ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട്, എന്നാലേ ആ ഒരു കറക്റ്റ് ടെക്സ്ചറിൽ നമുക്ക് പോപ്കോണിൻ്റെ ഒരു ടെക്സ്ചറിലേക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഒരു കോട്ടിങ്ങിൽ തന്നെ വേണമെങ്കിൽ പൊരിക്കാം, പക്ഷേ ഒന്നും കൂടെ ഒരു കോട്ടിങ് കൊടുക്കുമ്പോഴാണ് നല്ലത്. അപ്പോൾ രണ്ടാമത്തെ കോട്ടിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ ആ മസാല ഉള്ള ബാക്കി വരുന്ന ഇതിലേക്ക് തന്നെ കുറച്ച് തണുത്ത വെള്ളം കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. തണുത്ത വെള്ളം ഒഴിച്ച് ഇനി ആ നമ്മൾ കോട്ട് ചെയ്ത് വെച്ചത് ചിക്കൻ ഓരോന്നും പിന്നെയും ആ വെള്ളത്തിൽ ഇട്ടിട്ട് ഇനി ഒന്നും കൂടെ നമ്മൾ ആ മിക്സിയിലേക്ക് ഇട്ടിട്ട് ഒന്ന് കോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ കണ്ടോ, ഒന്നും കൂടെ ഒരു കട്ടിയിൽ കോട്ടിങ് വന്ന്. അപ്പം കോട്ടിങ് വരുമ്പോൾ അതിങ്ങനെ നമ്മൾക്ക് കിട്ടൂലേ, ചിക്കൻ പോപ്കോണിൻ്റെ മുകളിലുണ്ടാവില്ല ഇങ്ങനെ പൊങ്ങിയിട്ടുള്ള ഒരു ടെക്സ്ചർ അല്ലേ ഉണ്ടാവുക ആ കോട്ടിങ്ങിന്, അതേപോലെ നമുക്ക് കിട്ടും രണ്ടാമത്തെ കോട്ടിങ് ചെയ്യുമ്പോൾ. അപ്പോൾ തണുത്ത വെള്ളത്തിലാണ് ഞാൻ ചെയ്യുന്നത്. എഗ്ഗിൽ ചെയ്യണവരുണ്ട്, മിൽക്കിൽ ചെയ്യണവരുണ്ട്, ഞാൻ ഇപ്പോൾ വെള്ളത്തിൽ തന്നെയാണ്
പിന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. ഓയിൽ ഒഴിക്കുക, എന്നിട്ട് നമുക്ക് ഓരോന്നും എടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഞാൻ ഓയിൽ നന്നായിട്ട് ചൂടായിട്ടാണ് ഞാൻ പോപ്കോൺ ഇട്ട് കൊടുക്കുന്നത്, ഇല്ലെങ്കിൽ ശരിയാവില്ല. നല്ല ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ട് ഓയിൽ ചൂടായിട്ട് വേണം ഓരോ പ്രാവശ്യം നമ്മൾ ചിക്കന് ഇട്ട് കൊടുക്കാൻ. അപ്പം ഇട്ട് കൊടുത്തിട്ട് സിമ്മ് ഒന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കി വെക്കണം കേട്ടോ. എന്നിട്ട് വേണം വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്, എന്നാലേ ചിക്കൻ വേവുള്ളൂ, അല്ലെങ്കിൽ പുറമേത്തെ കോട്ടിങ് പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ ചിക്കൻ ഇടുമ്പോൾ മാത്രം ഹൈ ഫ്ലെയിം മതി. ഇതായിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ലേ, നമുക്ക് ആ ഒരു പോപ്കോൺ കറക്റ്റ് വാങ്ങുന്ന അതേ ടെക്സ്ചറിൽ കിട്ടിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇതാ ചിക്കൻ പോപ്കോൺ റെഡി ആയിട്ടുണ്ട്. ഇത് ചൂടോടെ തന്നെ കഴിക്കാൻ ശ്രമിക്കണം. നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള പോപ്കോൺ തന്നെയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇത് എല്ലാവരും ട്രൈ ചെയ്യണം, കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.